നമസ്കാരം. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ ഇക്കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതായത് ജോ ബൈഡന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആ കുറിപ്പ്. എല്ലുകളെ പോലും കാർന്നു തിന്നുന്ന രോഗമാണ് എൻ്റെ പിതാവിനെ ബാധിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. വേദന കൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്, പക്ഷെ അതൊന്നും തുറന്നു പറയുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇന്ന് ഇവിടെ ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചെകുത്താനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അയാളെ വിമർശിക്കുമ്പോൾ അത് ജൂതർക്കെതിരായിട്ടുള്ള വിമർശനമാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഒരിക്കലും ജൂതർക്കെതിരായിട്ടുള്ള വിമർശനമല്ല. ബെഞ്ചമിൻ നെതന്യാഹു ഒരു വേറിട്ട മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കലും ജൂതന്റെ രക്ഷകനല്ല എന്നുകൂടെ ഹണ്ടർ ബൈഡൻ ഇന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പിതാവിന് തോന്നാത്തത് മകനെങ്കിലും തോന്നിയല്ലോ എന്ന രീതിയിലുള്ള പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പിതാവിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഹണ്ടർ ബൈഡൻ പങ്കുവച്ച ആ കുറിപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ ആ വാർത്തയെക്കുറിച്ചും ചില പ്രതികരണങ്ങളൊക്കെ ആ വാർത്തയുമായി ബന്ധപ്പെട്ടും ഉയർന്നു വന്നിരുന്നു. ഫലസ്തീനികളെ ഉരുക്കിക്കളയുന്നതിന് വേണ്ടിയുള്ള വൈറ്റ് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ബോംബുകൾ ഫലസ്തീനിൽ വ്യാപകമായി വർഷിച്ചത്, ഗസയിൽ വ്യാപകമായി വർഷിച്ചത് ജോ ബൈഡന്റെ സഹായത്തോടു കൂടിയാണ്. അത്തരത്തിലുള്ള ബോംബുകൾ ഫലസ്തീനിൽ വർഷിക്കുന്നതിനു വേണ്ടി ഇസ്രായേലിനെ സഹായിച്ച ജോ ബൈഡന് ഇപ്പോൾ അസ്ഥി ഉരുകും വിധത്തിലുള്ള ഒരു രോഗം വന്നു എന്നുള്ളത് അത് സ്വാഭാവികമാണ്, അത് വരാതെ പോകില്ല, അത് ഗസയുടെ ശാപമാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹണ്ടർ ബൈഡന്റെ കുറിപ്പുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ അപ്പന് തോന്നാത്തത് മകന് തോന്നിയല്ലോ എന്ന സന്തോഷമാണ് പലരും പങ്കുവെക്കുന്നത്. അപ്പൻ ഒരു കാലത്തും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ തള്ളി പറഞ്ഞിട്ടില്ല. ട്രംപ് ഒരുപാട് സഹായിക്കുന്നുണ്ട്, അതേസമയം ചിലപ്പോഴൊക്കെ ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഏറ്റുമുട്ടുന്നുണ്ട്, തർക്കിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രംപിനെ കാറ്ററിംഗ് ട്രക്കിൽ കയറ്റി അയച്ചതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിലെ മൊസാദ് ചതിച്ചതാണ് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ കാണിക്കാൻ ട്രംപും അതുപോലെ തന്നെ JD വാൻസ് ഉൾപ്പെടെയുള്ള ആളുകളും തയ്യാറാകുന്നുണ്ട്. ജോ ബൈഡന്റെ കാലത്ത് അത്തരത്തിലൊരു അഭിപ്രായ വ്യത്യാസവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പൻ ഒരിക്കലും തോന്നാത്ത ആ ഒരു ചിന്ത, ബെഞ്ചമിൻ നെതന്യാഹു ഒരു ചെകുത്താനാണ് എന്നുള്ള ഒരു ചിന്ത മകൻ ഹണ്ടർ ബൈഡൻ ഉണ്ടായത് നല്ല കാര്യമാണ്. ചെറിയ പുരോഗതി ഉണ്ടല്ലോ, മാറ്റം വരുന്നുണ്ടല്ലോ, തലമുറ മാറുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് വ്യാപകമായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ വാർത്തക്കടിയിൽ ആളുകൾ പങ്കുവെക്കുന്നത്.